ഫെബ്രുവരി 28-ന് ആരംഭിച്ച് 3 മാസത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിനൊരു അവസാനമുണ്ടാകുന്നു എന്ന വാർത്ത ലോകമെമ്പാടും പകർന്നു നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. ലോകത്തെ ഓഹരി വിപണികളൊക്കെ വലിയ തകർച്ചകളിൽ നിന്ന് കരകയറുന്ന വാർത്തകളാണ് ഇന്നിപ്പോൾ തിങ്കളാഴ്ച നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എണ്ണ വിലയിലും സ്വർണ്ണ വിലയിലും എന്ന് വേണ്ട, സാമ്പത്തിക രംഗത്തൊക്കെ പുതിയൊരു ഉണർവ് നൽകുന്നതിലേക്ക് ഈ ഒരു പ്രഖ്യാപനം വഴിവെച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനും എല്ലാ ഫ്രോണ്ടിൽ നിന്നുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള ധാരണയിലെത്തിയതായി കഴിഞ്ഞ ദിവസമാണ് ഒരു പ്രഖ്യാപനം ഉണ്ടായത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക കരാർ ജൂൺ 19-ന് ജനീവയിൽ വെച്ച് സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഒപ്പിടും എന്നും ബന്ധപ്പെട്ട കക്ഷികൾ അറിയിച്ചിട്ടുണ്ട്. കരാറിന്റെ കൃത്യമായ നിബന്ധനകൾ നമുക്ക് ലഭ്യമല്ല. എങ്കിലും ലബനോൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലെയും സൈനിക നടപടികൾ ഉടനടി സ്ഥിരമായി അവസാനിപ്പിക്കുന്നതിലേക്ക് അത് വഴിവെക്കും എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. കരാർ പ്രകാരം ഹോർമൂസ് കടലിടുക്ക് വഴി ഉപാധികളില്ലാതെ കപ്പൽ ഗതാഗതത്തിന് തുറന്ന് നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിപ്പോ ഒരു ഏകദേശ ധാരണാ കരാറാണ് ഒപ്പിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ കരാറിലെത്താൻ, ശാശ്വത കരാറിലെത്താനുള്ള ചർച്ചകളും ഉടനടി പുനരാരംഭിക്കും. ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപായി അമേരിക്ക മരവിപ്പിച്ച് ഇറാന്റെ $12 ബില്യൺ ആസ്തികൾ വിട്ട് നൽകുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടൊരു പൂർണ്ണമായ വിശദാംശങ്ങളാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. മറ്റൊരു രീതിയിലുള്ള പ്രൊവോക്കേഷനും ഉണ്ടാകാതിരിക്കട്ടെ, കരാറിലേക്ക് ഒപ്പിടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ എന്ന പ്രാർത്ഥനയാണ് ലോകമെമ്പാടുള്ളത്. വളരെ പ്രധാനപ്പെട്ട സമാധാനത്തിലേക്കുള്ള ഒരു ക്രിട്ടിക്കൽ സ്റ്റെപ്പാണിതെന്നാണ് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറയുന്നത്. ഏതു തരത്തിലുള്ള പിന്തുണ നൽകാം എന്ന് ഫ്രാൻസും പറയുന്നു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എത്രയും പെട്ടെന്ന് തുറക്കട്ടെ എന്നാണ് ഫ്രാൻസിന്റെ അവകാശവാദം. മൈൻ ക്ലിയറൻസുമായി ബന്ധപ്പെട്ട എല്ലാ സഹായവും തങ്ങൾ നൽകാം എന്നാണ് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. റീജിയണൽ സെക്യൂരിറ്റിക്ക് ഈ ഒരു ധാരണയിൽ എത്തേണ്ടത് അത്ര വലിയ ആവശ്യമാണെന്ന് ഖത്തർ പ്രതികരിച്ചിരിക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കുന്നത് വരെ എല്ലാ കക്ഷികളും വളരെ ജാഗ്രത പുലർത്തണം, ചില കാര്യങ്ങളിൽ സംയമനം പാലിക്കണമെന്ന് തുർക്കി ആവശ്യപ്പെട്ടിരിക്കുന്നു. ലോകത്തിലേക്കുള്ള ഇന്ധന ഒഴുക്ക് തടസ്സമില്ലാതെ നടക്കട്ടെ എന്നുള്ള പ്രതീക്ഷ ന്യൂസിലൻഡ് പങ്കുവച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ ലോകരാജ്യങ്ങളും ഈ ഒരു സമാധാന കരാറുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നതാണ് ഇന്നിപ്പോ നമുക്ക് പങ്കുവെക്കാനുള്ള തുടർ വാർത്തകൾ. അബുദാബി പോലീസ് ഈ സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് മറ്റൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി പുറപ്പെടുവിച്ചതുകൂടി നമുക്കിന്ന് പറയാനുണ്ട്. പ്രത്യേകിച്ച് ഉപഭോക്തൃ സംരക്ഷണ സേവനങ്ങൾ നൽകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ചില വെബ്സൈറ്റുകൾക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കും എതിരെയാണ് അബുദാബി പോലീസ് ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സെർച്ച് എഞ്ചിനുകൾ വഴി ആളുകളെ കബളിപ്പിച്ച് നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് വിവരങ്ങളും മറ്റും തട്ടിയെടുക്കുന്ന തരത്തിലേക്കുള്ള പതിവ് രീതികളാണ് സൈബർ സംഘം പലപ്പോഴും നടത്തുന്നത്. വ്യാജ പ്ലാറ്റ്ഫോമുകൾ കരുതിയിരിക്കണം, വ്യാജ വെബ്സൈറ്റുകൾ കരുതിയിരിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് പോലീസ് നൽകിയിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഈ ഔദ്യോഗിക സ്ഥാപനങ്ങളുടേതിന് സമാനമായിട്ടുള്ള പേരും ലോഗോയും ബ്രാൻഡിങ്ങും ഒക്കെ ആയിരിക്കും വ്യാജ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നത്. ഉൽപ്പന്നങ്ങളെക്കുറിച്ചോ സേവനങ്ങളെക്കുറിച്ചോ പരാതി നൽകാൻ ഓൺലൈനിൽ തിരയുമ്പോൾ ഈ വ്യാജ വെബ്സൈറ്റിലേക്ക് നമ്മളെ വഴിതിരിച്ചു വിടുന്ന രീതിയിലായിരിക്കും ഇവരുടെ പ്രവർത്തനം. പരാതികൾ പരിഹരിക്കാമെന്ന വാഗ്ദാനം നൽകുന്നു. ഉപഭോക്താക്കളിൽ നിന്ന് വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് വിവരങ്ങളും എല്ലാം ഇവർ തട്ടിയെടുക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. ചിലപ്പോൾ മണി ട്രാൻസാക്ഷനും ഇതുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും ദൂരെ നിന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന ആപ്ലിക്കേഷനുകൾ നമ്മളെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട വിവരങ്ങളും മറ്റും തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം ശ്രമങ്ങളെ കരുതിയിരിക്കണം. സംശയം തോന്നിയാൽ അപ്പോൾ തന്നെ പോലീസുമായി ബന്ധപ്പെടണം എന്ന് കൃത്യമായി അബുദാബി പോലീസ് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അബുദാബി പോലീസ് ICP ഉദ്യോഗസ്ഥരെന്ന വ്യാജേന തട്ടിപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട സർവീസുകൾ നൽകുന്ന ചില തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ കരുതിയിരിക്കണം എന്ന ഈ മുന്നറിയിപ്പും നൽകിയിരിക്കുന്നത്. UAE-യിൽ ഇന്ന് ഹിജ്റ പുതുവത്സര അവധിയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ്. അപ്പം വാരാന്ത്യ അവധിയോടൊപ്പമാണ് ഹിജ്റ പുതുവത്സര അവധി കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ തിരക്കുകളിലും കാര്യങ്ങളിലും ഒക്കെയാണ് ആളുകളുള്ളത്. UAE-യിൽ ഇന്ന് മധ്യാഹ്ന വിശ്രമ നിയമം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. കടുത്ത ചൂടിൽ തൊഴിലാളികളെ കൊണ്ട് പുറം ജോലി ഈ സമയത്ത് എടുപ്പിക്കരുത് എന്നുള്ളതാണ് പ്രധാനമായും അവർ പറയുന്നത്. ഉച്ചയ്ക്ക് 12:30 മുതൽ ഉച്ച തിരിഞ്ഞ് 3:30 വരെ തൊഴിലാളികളെ ഈ വെയിലേൽക്കുന്ന രീതിയിലുള്ള പണി അവർക്ക് നൽകരുത്, പുറം തൊഴിലുകൾ എടുപ്പിക്കരുത് എന്നുള്ളതാണ് നിയമം. ഇത് നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വലിയ വ്യാപകമായിട്ടുള്ള പരിശോധനകളും ക്യാമ്പയിനുകളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കും. ലംഘനം നടത്തുന്ന കമ്പനികൾക്ക് വലിയ പിഴയും കാര്യങ്ങളും ഉണ്ടാകും എന്നും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.